ഇസ്രായേലും അമേരിക്കയും സംയുക്തമായാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇറാൻ ഒറ്റയ്ക്കാണ് പ്രത്യക്ഷത്തിൽ. റഷ്യ പരോക്ഷമായി സഹായിക്കുന്നു എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇറാന്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഏറെക്കുറെ നശിപ്പിച്ചുവെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാന് കൃത്യമായി മിസൈലുകൾ അയക്കാൻ കഴിയുന്നത് റഷ്യ നൽകുന്ന ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അമേരിക്കയുടെ വിശ്വാസം. ഇറാന്റെ മറ്റൊരു സുഹൃത്തായ ചൈന ഇറാന് ധാർമ്മിക പിന്തുണ നൽകുന്നു. ആയത്തുള്ള ഖമനേയെ വധിച്ചതിനെ ചൈന അപലപിച്ചു. പക്ഷേ റഷ്യയും ചൈനയും ഇറാനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പല അന്താരാഷ്ട്ര നിരീക്ഷകരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇറാൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ ആർക്കൊപ്പമാണ്? നിലവിലെ സാഹചര്യത്തിൽ യുദ്ധത്തിൽ പങ്കാളിയാകാൻ ഏറ്റവും യോഗ്യനാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. ആണവായുധമുണ്ട്, സൈനിക ശേഷിയുണ്ട്, പോരാത്തതിന് കടുത്ത അമേരിക്കൻ വിരോധിയും. കളിക്കോപ്പുകൾ എല്ലാം ഉണ്ടായിട്ടും ആരും കളിക്കാൻ വിളിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന കുട്ടിയായി കിം ജോങ് ഉന്നിനെ ചിത്രീകരിച്ച് റീലുകളും ഇറങ്ങിയിട്ടുണ്ട്. ട്രോളുകൾ കണ്ടിട്ടല്ലെങ്കിലും ഒടുവിൽ ഉത്തര കൊറിയ ഇറാൻ യുദ്ധത്തിൽ നിലപാടെടുത്തു. ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് കണക്ഷൻ പരിമിതമായതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് അറിയാൻ വഴിയില്ല. എങ്കിലും യാദൃച്ഛികമായി എന്ന് പറയാം, ഉത്തര കൊറിയ നിലപാട് പരസ്യമാക്കി. യുദ്ധത്തിന്റെ 12ാം ദിനമാണ് ആ പ്രതികരണം എത്തിയത്. ഇറാനെതിരായ ആക്രമണത്തെ ഉത്തര കൊറിയ ശക്തമായി അപലപിച്ചു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണ്. ഇത് ലോകസമാധാനം തകർക്കുകയും ആഗോളതലത്തിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉത്തര കൊറിയ കുറ്റപ്പെടുത്തി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഇറാന്റെ തീരുമാനത്തെ കിം ജോങ് ഉൻ പിന്തുണയ്ക്കുന്നതായി ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കി. ഇറാനിയൻ ജനതയുടെ അവകാശത്തെയും തീരുമാനത്തെയും ബഹുമാനിക്കുന്നു എന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെയും പ്രാദേശിക അഖണ്ഡതയെയും തകർക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ അപലപിക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. ലോകം മുഴുവൻ ഇതിനെ തള്ളിക്കളയണമെന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധം നടക്കുന്നതിനിടെ അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസവും ആരംഭിച്ചു. ഇതിന് പിന്നാലെ ഉഗ്രശേഷിയുള്ള ക്രൂസ് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ഏറ്റവും പുതിയതും വലുതുമായ നേവൽ ഡിസ്ട്രോയർ ചോയ് ഹോണിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചത്. മിസൈൽ പരീക്ഷണം കിം ജോങ് ഉൻ നേരിട്ട് നിരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചോയ് ഹോണിൽ നിന്നുള്ള 2ാമത്തെ മിസൈൽ പരീക്ഷണമായിരുന്നു ഇത്. ഉത്തര കൊറിയ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധമുണ്ട്. 2024 ഉത്തര കൊറിയൻ വാണിജ്യമന്ത്രി യൂൻ ജും ഹോ നയിച്ച മന്ത്രിതല പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തിയിരുന്നു. വ്യാപാര സാമ്പത്തിക മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്താനായിരുന്നു അന്ന് ചർച്ചകൾ. റഷ്യ വഴിയാണ് ഉത്തര കൊറിയ ഇറാനുമായി ബന്ധം സ്ഥാപിച്ചത്. പുടിനുമായി കിം ജോങ് ഉന്നിന് മികച്ച ബന്ധമുണ്ട്. മേഖലയിൽ ഇറാന്റെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് റഷ്യ. പലപ്പോഴും അമേരിക്ക ഒരുമിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് റഷ്യയും ഇറാനും ഉത്തര കൊറിയയും എന്നതും ശ്രദ്ധേയമാണ്. കോവിഡ് കാലത്ത് ഉത്തര കൊറിയയിൽ എന്ത് സംഭവിച്ചു എന്ന് ലോകത്തിന് ഇന്നും അറിയില്ല. ഏറെ കഴിഞ്ഞാണ് കോവിഡ് അവിടെയും എത്തിയത് എന്ന് ഉത്തര കൊറിയ സമ്മതിച്ചത് തന്നെ. പക്ഷേ ചൈനയുടെ വാക്സിൻ അടക്കം രാജ്യത്ത് എത്തിയെന്ന് ദക്ഷിണ കൊറിയയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കിം ജോങ് ഉൻ അനന്തരാവകാശി എന്ന് കരുതപ്പെടുന്ന മകൾ കിം ജു എയോടൊപ്പം ബെയ്ജിങ്ങിൽ ട്രെയിനിങ്ങിനിറങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രചരിച്ചതാണ്. കിം പതിവായി പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബെയ്ജിംഗ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ഇറാന് വേണ്ടി ഉത്തര കൊറിയ യുദ്ധത്തിനിറങ്ങുമോ എന്നാണ്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി ഉത്തര കൊറിയൻ സൈനികർ പങ്കാളിയായെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഉക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം 8000-ലേറെ ഉത്തര കൊറിയൻ സൈനികരുണ്ട് എന്ന് അമേരിക്ക തന്നെ ആരോപണം ഉയർത്തിയതുമാണ്. ഉക്രൈന്റെ പിടിയിലായ റഷ്യൻ സൈനികരിൽ ചിലർ ഉത്തര കൊറിയൻ വംശജരായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാൻ സംഘർഷത്തിൽ പൊടുതനെ എടുത്തുചാടി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഉത്തര കൊറിയയ്ക്ക് താല്പര്യമുണ്ടാകില്ല. ഇറാനെ പോലെ ഉപരോധങ്ങളാൽ കഷ്ടപ്പെടുന്ന രാജ്യമാണ് ഉത്തര കൊറിയയും. എന്നാൽ ഇറാനിലുള്ള അത്ര സ്വാതന്ത്ര്യം പോലും ഉത്തര കൊറിയയിൽ ഇല്ല എന്നതും മനസ്സിലാക്കണം. കിം ജോങ് ഉന്നിൻ്റേത് പോലുള്ള ഹെയർ സ്റ്റൈൽ മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല. കിം ജോങ് ഉൻ എന്ന പേരോ അതിന് സമാനമായ പേരോ ആ രാജ്യത്ത് പാടില്ല തുടങ്ങി പരിഹാസ്യമായ നിലപാടുകളുള്ള രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ. രാജ്യത്ത് കടുത്ത ദാരിദ്ര്യം ഉണ്ടെന്ന് ദക്ഷിണ കൊറിയ പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ കിം ജോങ് ഉൻ ഏറ്റവും അധികം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഒരു യുദ്ധത്തെയാകും. ഇറാൻ യുദ്ധത്തിലേക്ക് വന്നാൽ ഇറാനും സംയുക്ത സൈന്യം പരസ്പരം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ്. അമേരിക്കൻ ഇസ്രായേൽ റഡാറുകളുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു.
അങ്ങനെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തകർന്നതിനാൽ സൈന്യവും IRGCയും ഇപ്പോൾ കൂടുതൽ കൃത്യതയോടെ ശത്രു ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിയൻ ഡ്രോണുകൾക്ക് മുൻപത്തേക്കാൾ എളുപ്പത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് കടക്കാനാകുന്നു. യുദ്ധ സാമഗ്രികളിലും ഇസ്രയേലിന് ക്ഷാമം നേരിടുന്നുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ പക്കലുള്ള ആകെ ശേഖരത്തിന്റെ 75% അവർ ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞതായി ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ 150 US സൈനികർക്ക് പരിക്കേറ്റതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരുടെ കണക്കുകൾ ആദ്യമായാണ് പുറത്തു വരുന്നത്. 8 പേർക്ക് പരിക്കേറ്റുവെന്നാണ് പെന്റഗൺ ഇതുവരെ പറഞ്ഞിരുന്നത്. ഏകദേശം 140 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പെന്റഗൺ പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ടെൽ അവീവിലും ജെറുസലേമിലും നിരവധി മിസൈലുകൾ പതിച്ചു. അതേസമയം ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ വിവിധ നഗരങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ വരെ ആക്രമണം നടന്നു. ഇസ്ഫഹാനിലെ കോൺസുലേറ്റിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ഇത് എന്ന് റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ 16 ഇറാൻ ബോട്ടുകൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടുമുണ്ട്. കടലിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന കപ്പലുകളാണ് തകർത്തത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ട്രംപ് നേരത്തെ ഇറാന് മുന്നറിയിപ്പ് നൽകിയതാണ്. തകർത്ത കപ്പലുകളുടെ ദൃശ്യങ്ങളും അമേരിക്കൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിന് സമീപത്തെ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് UAE സൈന്യവും കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു. ഡ്രോണിന്റെ ഭാഗങ്ങൾ പതിച്ച് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ ബംഗ്ലാദേശിയും മറ്റു 2 പേർ ഘാനക്കാരുമാണ്. യുദ്ധം കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഉടൻ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഇപ്പോഴും പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പാണ് എല്ലാ രാജ്യത്തെയും സാധാരണക്കാർക്ക്.